ഷക്കീന അമേരിക്കൻസ് ന്യൂയോർക്കിലുള്ള ഈ സ്റ്റുഡിയോയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പരമ്പരയിൽ പങ്കെടുക്കാൻ എനിക്ക് കൃപ തന്ന നല്ല ദൈവത്തിന് നന്ദി. ത്രിയേക ദൈവത്തിന് നന്ദിയും സ്തുതിയും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദിയും പറയുന്നു. മഹത്വവും ആരാധനയും എന്നും ത്രിയേക ദൈവത്തിനുണ്ടായിരിക്കട്ടെ. 1 കൊറിന്ത്യസ് 13:13 പറയുന്നുണ്ട്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ്, സർവോപരി സ്നേഹമാണ് പ്രധാനമെന്ന്. എന്നാൽ വിശ്വാസമുള്ളിടത്ത് മാത്രമേ നമുക്ക് പ്രത്യാശ ഉണ്ടാകുന്നുള്ളൂ. പ്രത്യാശയിലായിരിക്കുന്നത് സ്നേഹമുള്ളതുകൊണ്ടാണ്, അത് ദൈവത്തോടുള്ള സ്നേഹമുള്ളത് കൊണ്ടാണ് നമുക്ക് പ്രത്യാശ വരുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വിശ്വാസ തീഷ്ണത നമ്മളാരും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതല്ല, അത് ദൈവം തന്നെ തരണം. അത് വിശ്വാസമുണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കേൾവിയിൽ നിന്ന് വിശ്വാസമുണ്ടാകുന്നു, അത് ദൈവത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വിശ്വാസ തീക്ഷ്ണത ഉണ്ടാകാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ഒരു ജീവിത ശൈലി വായിക്കുന്നത് ഒക്കെ ആക്കി തീർക്കാൻ വേണ്ടി നമുക്ക് എപ്പോഴും അതിനു വേണ്ടി അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിൽ നിന്ന് അധ്വാനിക്കുന്നതൊക്കെ നമ്മളിൽ ലോകത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാ, നമ്മുടെ ആത്മാവിന്റെ ആവശ്യത്തിന് വേണ്ടിയാ അധ്വാനിക്കണമെങ്കിൽ എന്നും തിരുവചനം കൂടിയേ തീരൂ. ഇന്ന് പ്രധാനമായിട്ടുള്ളതും അത് തന്നെയാ. അത് ഏറ്റെടുക്കാൻ നമുക്ക് ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. 2 സാമുവേൽ 22:31 കർത്താവിന്റെ വാഗ്ദാനം നിറവേറ്റപ്പെടും, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. അതൊരു പ്രധാന കാര്യമാണ്. കർത്താവിന്റെ വാഗ്ദാനം, കർത്താവ് എന്ത് വാഗ്ദാനം തന്നാലും അത് പൂർണ്ണമായിട്ടും നിറവേറ്റപ്പെടും. ചിലപ്പോഴിച്ചിരി കാലതാമസം വന്നെന്നിരിക്കും, എന്നാൽ പോലും അത് നിറവേറ്റപ്പെടും. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്, അവിടുന്ന് സംരക്ഷണമാണ്, അവിടുന്ന് അവരുടെ മേൽ ഒരു സംരക്ഷണ വലയം തീർക്കും. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ഉടനീളം കാണാൻ സാധിക്കുമല്ലോ. അബ്രഹാത്തെ വിളിച്ചു, ദൈവം വാഗ്ദാനം കൊടുത്തു. ആ വാഗ്ദാനത്തില് ഉറച്ച് വിശ്വസിച്ച അബ്രഹാത്തെ നമുക്ക് കാണാം. ഉൽപ്പത്തി 15:6 പറയുന്നുണ്ട്, അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അവന് നീതി കാരണമായി കണക്കാക്കി. അപ്പോൾ വിശ്വാസം, അബ്രഹാം ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. അങ്ങനെയെങ്കിൽ നമ്മളിൽ ഓരോരുത്തരിലും ദൈവം ഓരോ തരത്തിൽ വിശ്വാസം നമുക്ക് ഓരോ വാഗ്ദാനം തരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ അതൊക്കെ ഓർക്കുകയോ അതനുസരിച്ച് ജീവിക്കുകയോ ചെയ്യാതെ പോകുന്നുണ്ട്. പക്ഷെ എപ്പോഴും വാഗ്ദാനങ്ങളിൽ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. അത് നിറവേറ്റുന്നതിന് വേണ്ടി മാത്രം നമ്മൾ അധ്വാനിക്കുക. കർത്താവിൻ്റെ കൂടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയം എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന്റെ മനോഭാവം, ഒരു ശിശു സഹജമായ മനസ്സ്, ഒരു നിഷ്കളങ്ക ഹൃദയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അവിടെ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റൂ. കൊച്ചിന്റെ മനോഭാവം, ഒരു കുഞ്ഞിന്റെ മനോഭാവം ഉള്ളിടത്ത് ദൈവാശ്രയമുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം, ഒരു കുഞ്ഞിന് എന്തൊക്കെ കിട്ടിയാലും തൻ്റെ അമ്മ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ കുഞ്ഞിന്റെ കയ്യിലുള്ള സകലതും വലിച്ചെറിയും, ഓടും, അത് അമ്മയെ കെട്ടിപ്പിടിക്കും, കരയും. ഈ മനോഭാവം നമുക്ക് ഉണ്ടാവണം. നമുക്ക് ദൈവം നമ്മിൽ നിന്ന് അകലുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പാവമായിരിക്കാം, മറ്റു പലതുമായിരിക്കാം, നമ്മൾ മേന്മയെന്ന് ചിന്തിക്കുന്ന പലതുമായിരിക്കും. പക്ഷെ അതൊക്കെ എടുത്തു കളഞ്ഞിട്ട് നമ്മൾ ഓടണം, കർത്താവിനെ കെട്ടിപ്പിടിക്കണം, കരയണം. അല്ലെ നമ്മുടെ ദേഹത്ത് അഴുക്കുണ്ടെന്നും പറഞ്ഞ് ഒരു കുഞ്ഞ് എപ്പോഴും അമ്മയെ കെട്ടിപ്പിടിക്കാതിരിക്കോ? ഇല്ല. നമ്മുടെ പാപമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നത് പോലെ തന്നെ ആ ദൈവത്തെ കെട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ആശ്രയിക്കുക. ആ മനോഭാവം, ഒരു ശിശു സഹജമായ മനോഭാവം
ഒരു നിഷ്കളങ്ക ഹൃദയം, ഹൃദയവിശുദ്ധിയുള്ള കുഞ്ഞായി മാറണം. അവിടെ പറയുന്നുണ്ടല്ലോ, ഹൃദയവിശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന്. എങ്കിൽ ദൈവത്തോടായിരിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഹൃദയവിശുദ്ധി, നിഷ്കളങ്കതയൊക്കെയാണ്. ഇതുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് വലിയ വിശ്വാസ തീക്ഷ്ണത തന്നെയാണ്. ശിശുസഹജമായ മനസ്സ്, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനോഭാവം, ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എഫെസസ് 6:16 സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന ക്രൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവേൻ. ഇതിൽ നമുക്കറിയാം, വിശ്വാസം എന്ന തീക്ഷ്ണത എവിടെയുണ്ടോ അവിടെ പിശാച് വരികയില്ല. വിശ്വാസം ഈശോയോടുള്ള വിശ്വാസം ആയിരിക്കണം. ആ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അവിടെ യാതൊരു തിന്മയും നമ്മിലോ നമ്മൾ വസിക്കുന്ന ഇടങ്ങളിലോ നമ്മുടെ കുടുംബത്തോ ഒന്നും വരുത്തില്ല. അപ്പം കർത്താവിലുള്ള വലിയ വിശ്വാസ തീക്ഷ്ണത ഉണ്ടാകണം. ആ തീക്ഷ്ണതയ്ക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കണം. വിശ്വാസം ദൈവം തരുന്ന വലിയൊരു ദാനമാണെന്ന് അറിഞ്ഞതുകൊണ്ട്, അല്ലാതെ നമുക്ക് ആർക്കും നേടിയെടുക്കാവുന്ന എല്ലാ അതിനു വേണ്ടി അധ്വാനിക്കാം. അപ്പോൾ സകലവിധ തിന്മകളും നമ്മിൽ നിന്ന് മാത്രമല്ല, നമ്മളോടായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം അത് മാറുമെന്നുള്ള വലിയ വിശ്വാസം നമുക്കുണ്ടായിരിക്കട്ടെ. ഈശോ ഞങ്ങളെ ഒരു 12 വർഷത്തിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്നു. അപ്പോഴേ കർത്താവ് കൊണ്ടുവന്നപ്പോഴേ എനിക്ക് വലിയ വിശ്വാസത്തോടെ ഇവിടെ വന്നത്. കർത്താവിന് വേണ്ടി മാത്രം വേല ചെയ്യുക. അതുകൊണ്ട് യാതൊരു ജോലിക്കും പോകാതെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു പ്രത്യേക ഒരു ഈശോ പറയുന്നതായിട്ട് ഒരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെറുതെ ആയിരിക്കുമെന്ന്. എന്നാലും പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഈശോ തരുന്നത് ശരിക്കുള്ള ഇത് തരും. അപ്പം ഞാൻ അന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ചോദിച്ചു, ഈശോയെ, ഈശോ തന്നെയാണോ പറഞ്ഞത് ഇന്ന് ഒരു കൂട്ടായ്മ തുടങ്ങാൻ? അപ്പോഴത് എന്നാണെന്ന് പിന്നീട് ചോദിച്ചപ്പോഴാ പറഞ്ഞ് ബുധൻ 10:30 എന്നുള്ള ഒരു സന്ദേശം തന്ന്. അത് കഴിഞ്ഞ് കൂട്ടായ്മയ്ക്ക് തുടങ്ങാൻ എനിക്കാണെങ്കിൽ ഇവിടെ ഒരു മനുഷ്യരെ അറിയത്തുമില്ല. അറിയാവുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചു. അന്ന് കൂട്ടായ്മ ഞങ്ങൾ 2 പേര് കൂടി ഇരുന്ന് കൂട്ടായ്മ തുടങ്ങി. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ് തുടങ്ങിയത്. ആ കൂട്ടായ്മ വളർന്നു. അതിനുശേഷം അത് ഞങ്ങളുടെ ദേവാലയത്തിലേക്ക് വരാൻ, ഇംഗ്ലീഷ് പള്ളിയ അവിടെ കൊണ്ടുവരാൻ അവിടുത്തെ പാരിഷ് പ്രീസ്റ്റിനോട് ചോദിച്ചപ്പോൾ അച്ഛൻ ഒന്നും ആലോചിക്കാതെ തന്നെ തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ 10-11 വർഷമായി ഇതുവരെ നിൽക്കാതെ. കോവിഡ് സമയത്ത് മാത്രം പള്ളി അടച്ചപ്പോഴേ ഞങ്ങൾ താമസിക്കുന്നിടത്ത് മാത്രം ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷവും അച്ഛൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴേ ഞങ്ങളുടെ പ്രെയർ കണ്ടിട്ട് ഇവിടുത്തെ ഇംഗ്ലീഷുകാരെ ഇങ്ങോട്ട് ചോദിച്ചു, ഞങ്ങളോട് വന്നിരുന്നോട്ടെ. അപ്പൊ ഇംഗ്ലീഷിലെ ജപമാല ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ ജപമാല മാത്രം ഇംഗ്ലീഷിലാക്കി, ബാക്കി ബൈബിളും ബാക്കിയൊക്കെ വായിക്കുകയും പ്രെയറും പ്രൈസ് ആൻഡ് വർഷിപ്പും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ ഇംഗ്ലീഷിൽ, മലയാളത്തിൽ അവർ ഇംഗ്ലീഷിൽ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ അത് ഏറ്റവും നന്നായിട്ട് ഇതുവരെ കർത്താവ് തന്നതായുണ്ട് ഇതുവരെ ഒരു മുടക്കവും കൂടാതെ പോകുന്നു. കർത്താവിൻ്റെ ആ പ്രചോദനം ഞാൻ എൻ്റെ തോന്നലാണെന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞുവെങ്കിൽ അത് നടക്കത്തില്ലായിരുന്നു. ഇന്ന് അനേകർ വരുന്നു. അനേകർ കൂട്ടായ്മയെ വളരെ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അവർ പറയുന്നു, അവരുടെ ഉള്ളിൽ സമാധാനം ഉണ്ടെന്ന്. ഇംഗ്ലീഷുകാരൊക്കെ പറയാം, നിങ്ങളുടെ കൂട്ടായ്മ വന്നതിന് ശേഷം ഒത്തിരി സമാധാനം കിട്ടുന്നു. എങ്കിൽ നമ്മളെ ഈ സമാധാനം അനേകർക്ക് പകർന്നു കൊടുക്കാൻ ഈ ന്യൂയോർക്കിലെ അനേകം കൂട്ടായ്മകൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കൂട്ടായ്മകളൊക്കെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക നിറവിൽ നടന്നിട്ട് അനേകം ആത്മാക്കളെ നേടുന്ന കൂട്ടായ്മയാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇത്രയും വർഷമായി ഇതുവരെ എല്ലാ ദിവസവും ഒരു ദിവസം മുടങ്ങാതെ പരിശുദ്ധ ബലി അർപ്പിക്കാനുള്ള വലിയ കൃപ കർത്താവ് തരുന്നുണ്ട്. ഒരു പ്രതിസന്ധി എന്തുണ്ടായാൽ പോലും യാതൊരു രോഗമോ അസ്വസ്ഥതകളോ ഒന്നും വരാതെ തന്നെ ബലിയർപ്പിക്കാൻ പോകും. കാരണം ഇവിടെ ഞങ്ങൾക്ക് ആശ്രയം കർത്താവ് മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് എല്ലാ ദിവസവും ബലി അർപ്പിച്ചതിന് ശേഷം ഇവിടെ സക്രാരിയുടെ അടുക്ക ഇരുന്ന് 2-3 മണിക്കൂർ ഈശോയോട് പ്രാർത്ഥിക്കാൻ ആ ഒരു കൃപയും ഈശോ തന്നിട്ടുണ്ട്. ഈശോ കൊണ്ടുവന്നത് ഈശോയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ കിട്ടുന്ന സമയം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുക ചെയ്യുന്നത്. ആഴ്ചയിലെല്ലാം വ്യാഴാഴ്ചയിലും ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ ആരാധന നടക്കും. കുർബാനയ്ക്ക് ശേഷം 12 മണിക്ക് അരമണിക്കൂറുള്ള കുർബാനയ്ക്ക് ശേഷം ആ ആരാധനയിലെ എല്ലാ ദിവസവും ഞാനിരുന്ന് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. വന്ന സമയം ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ആരാധനയിലിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈശോയോട് പറയാ, ഈശോ എനിക്ക് അങ്ങയെ സ്നേഹിക്കണം, എങ്ങനെയാ എന്ന് എനിക്കറിയില്ല. വളരെ സങ്കടമാ, കരഞ്ഞോണ്ട്. വേറൊന്നുമില്ല, എൻ്റെ ഉള്ളിലുള്ള വലിയ വേദനയോട് ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ പറയുക, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുക. ഇങ്ങനെ വളരെ കൂളായിട്ട് പറയുമ്പം എനിക്ക് മനസ്സിലായി, വചനം പാലിച്ചാൽ മതിയല്ലോ ഈശോയെ സ്നേഹിക്കാൻ. വളരെ സന്തോഷത്തോടെ ഞാൻ പെട്ടെന്ന് നടന്നു പോകുമ്പോഴേ എനിക്കറിയാം, ഈ വചനം എനിക്കറിയായിരുന്നു, പക്ഷെ അതിൻ്റെ അർത്ഥം ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയില്ല. യോഹന്നാൻ 14:23 പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോഴേ ഈശോയുടെ വചനം അനുസരിച്ച് ജീവിച്ചാൽ മതിയെന്നും, ഈശോയുടെ വചനം വായിച്ചതുകൊണ്ടോ പഠിച്ചത് കൊണ്ടോ അല്ല, അതനുസരിച്ച് ജീവിക്കുമ്പോഴാ ത്രിത്വയ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്, ഈശോയുടെ കൂടെ ആയിരിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ അന്ന് എനിക്ക് വളരെ ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ ഞാൻ വായിക്കുന്ന വചനം, പഠിക്കുന്ന വചനം ഒക്കെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. വേറെ ഒരു ആവശ്യമില്ല. കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുക, ഇത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. ആ ലക്ഷ്യം കർത്താവിനോട് ദിവസവും ഈശോടൊക്കെ ഇരുന്ന് പറയുക, അത് അവിടുന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ആകെ ചെല്ലുന്നത് പരിശുദ്ധ അമ്മയോട് ഒരു ജപമാലയാണ്. എന്ത് കാര്യമായാലും തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ ഞാൻ അമ്മയോട് സാധാരണ പ്രാർത്ഥിക്കാറുള്ള, അമ്മേ ജപമാല ചൊല്ലുന്നത് ഏറ്റവും ഭക്തിയോടെ സ്നേഹത്തോടെ ധ്യാനിച്ച് അമ്മയുടെ കരം പിടിച്ച് ചെയ്യാൻ ഉള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പല വിചാരം അതുകൊണ്ട് വരാതെ ചൊല്ലാൻ സാധിക്കും. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള, അമ്മ മാതാവേ, അമ്മയുടെ 10 പരിശുദ്ധ സ്വഭാവ ഗുണം എനിക്ക് തരണേന്ന്. ആഴമുള്ള എളിമ, സജീവമായ വിശ്വാസം, അന്ധമായ അനുസരണം, നിരന്തരമായ പ്രാർത്ഥന, സ്ഥിരമായ സ്വയം പരിത്യാഗം, അസാധാരണമായ ശുദ്ധത, തികഞ്ഞ സ്നേഹം, മാതൃകാപരമായ ക്ഷമ, മാലാഖമാർക്കൊത്ത ദയ, സ്വർഗീയ ജ്ഞാനം. അമ്മ മാതാവേ, ഈ 10 പരിശുദ്ധ സ്വഭാവ ഗുണത്താൽ എന്നെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാറുള്ളതാ, അമ്മയുടെ 7 പുണ്യങ്ങൾ നിറയണേ എന്ന്. ദൈവവിശ്വാസം എന്ന പുണ്യത്താൽ നിറയ്ക്കണേ, ദൈവശരണം എന്ന പുണ്യം കൊണ്ട് നിറയ്ക്കണേ, ദൈവസ്നേഹം എന്ന പുണ്യം കൊണ്ട് നിറയ്ക്കണേ, അനുസരണം എന്ന പുണ്യം കൊണ്ട് നിറയ്ക്കണേ, എളിമ എന്ന പുണ്യം കൊണ്ട് നിറയ്ക്കാൻ പ്രാർത്ഥിക്കും, ക്ഷമയിൽ നിറയാൻ പ്രാർത്ഥിക്കും, വിശുദ്ധിയിൽ നിലനിൽപ്പെന്ന പുണ്യം കൊണ്ട് നിറയ്ക്കണേ. എന്നിട്ട് പറയാം, അമ്മ ഈ പുണ്യങ്ങളൊക്കെ അമ്മയുടെ 7 പുണ്യങ്ങളും 10 സ്വഭാവ ഗുണങ്ങളും നിറഞ്ഞ തീഷ്ണതയിൽ സ്നേഹത്തോടെ ഈശോയെ ശുശ്രൂഷിക്കാൻ ഉള്ള കൃപ തരണേന്ന് അമ്മയോട് എപ്പോഴും ദിവസവും പ്രാർത്ഥിക്കാറാ. അപ്പോൾ അമ്മ കൂടുതൽ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കുന്നതായിട്ടും ഈശോയോട് കൂടുതൽ കൂടുതൽ ശുശ്രൂഷ ചെയ്യാനുള്ള വലിയ കൃപകൾ തരുന്നുണ്ട്. അതങ്ങനെ ചെയ്യാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് ഈ സ്വഭാവ ഗുണത്തിൽ നിറയുന്നതിന് വേണ്ടിയാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ സാധിക്കണം. അമ്മ ചോദിക്കുന്നതൊക്കെ തരും. കാരണം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം
അമ്മയുടെ മകനോട്, യേശുവിനോട് കൂടെയായിരിക്കുന്നത്? അതും നമുക്ക് ചോദിക്കാം. അത് നമ്മളെ ദൈവം തന്നനുഗ്രഹിക്കട്ടെ. പ്രഭാഷകൻ 18:10. ഈ ലോക ജീവിതം നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ കടലിൽ ഒരു തുള്ളി വെള്ളം പോലെയോ കടലിൽ ഒരു തരി മണൽത്തരി പോലെയോ ഉള്ളത്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം. നമ്മളെ മാക്സിമം ഇവിടെ 100 വയസ്സ് വരെ ജീവിച്ചാലും കർത്താവിൻ്റെ അടുക്കൽ ചെന്നുള്ള ജീവിതം നോക്കുമ്പോൾ ഈ 100 വയസ്സ് വരെ ജീവിക്കുന്നത് കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു തരി മണൽത്തരി പോലെയുമുള്ള. എങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ദിവസവും അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിന് വേണ്ടി അധ്വാനിക്കാതെ നിത്യതയ്ക്ക് വേണ്ടി, നിത്യതയിൽ തമ്പുരാനോട് ചേരാൻ നമുക്ക് അധ്വാനിക്കാം. ഈ വചനം അനുസരിച്ച് അവിടെ ആകുമ്പോഴേ നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ കൂടെയുള്ള എല്ലാവരും, നമുക്കെല്ലാവർക്കും തമ്പുരാൻ്റെ അടുക്കൽ ചെല്ലാൻ വേണ്ടി ഈ വചനം പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാകാം നമുക്ക്. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഈ പരമ്പരയിലേക്ക് അനേകര് കടന്നു വരാനും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാവട്ടെ. അതുപോലെ തന്നെ എല്ലാവരും ദൈവവിശ്വാസത്തിൽ വരുന്നതിനും ഈ പരമ്പര വലിയൊരു ഉപകരണം, നേട്ടമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി.